ഇത് എങ്ങനെയാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ആരാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ഇത് പുതിയ തലമുറ, വരുന്ന പുതിയ ജനറേഷൻ ഈ കടം അവരെ ബാധിക്കാൻ പോവല്ലേ? ഈ കടത്തിന്റെ ഫലം എന്താണ്? നാളെയോ മറ്റന്നാളോ വരുന്ന കൊല്ലത്തിൽ ഈ കടം കൊടുക്കാൻ ഇന്നിപ്പോ 92% ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ, ഞാൻ പറഞ്ഞ പോലെ കടവും പലിശയും ക്ഷേമ പെൻഷൻസിനാണ് പോകുന്നത്. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് എന്താ 100% ആവുമോ? അപ്പൊ വികസനത്തിന് വേണ്ടി കാശുണ്ടാവില്ലേ? ഇതാണോ ഇവരുടെ കാഴ്ചപ്പാട്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് ചോദിക്കണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. 92% ഇന്ന് നമ്മൾ ഓരോരോ രൂപ റവന്യൂ കിട്ടുന്ന 100 രൂപേന് 92 രൂപയാണ് പലിശയ്ക്കും കടത്തിനു വേണ്ടി പെൻഷൻസിനു വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ പുതിയ തലമുറയ്ക്കോ നാടിന്റെ വികസനത്തിന് വേണ്ടി എവിടുന്ന് കാശ് കിട്ടും? ഇനിയും കടം വാങ്ങിച്ചിട്ടോ? ഇതാണ് ഒഫീഷ്യലി ഒരു ഡെറ്റ് ട്രാപ്പ്. നെക്സ്റ്റ്, പിന്നെ ഇതിപ്പോ ഇലക്ഷന്റെ 60 ദിവസം മുമ്പേ ഒരു ബഡ്ജറ്റ് അല്ലേ, അപ്പൊ എന്തെങ്കിലും പറയണ്ടേ? വേറൊന്നും പറയാനില്ല. തൊഴിലിനെ കുറിച്ച് പറയാനില്ല, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനില്ല, ആരോഗ്യ മേഖലയെ കുറിച്ച് പറയാനില്ല, വിലക്കയറ്റത്തെ കുറിച്ചും പറയാനില്ല. അപ്പൊ എന്താ പറയേണ്ടത്? സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. ഇത് ആരെ വിഡ്ഢിയാക്കുന്നത്? ഇതല്ലേ സത്യം? 460% ഇൻക്രീസ്. നെക്സ്റ്റ്, ടാക്സ് ഡിവോൾവ് ആവുന്നില്ല. ഇത് മറ്റൊരു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ. എന്താണ് സത്യം? 10 കൊല്ലം കോൺഗ്രസ്, CPMന്റെ പിന്തുണ കൊണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 46,000 കോടിയായിരുന്നു ഡെവല്യൂഷൻ. 1,50,140 കോടിയാണ് കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിന്റെ സർക്കാർ ഡിവോൾവ് ചെയ്ത ഫണ്ട്സ്. 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 22 ലക്ഷം കോടി ചെലവാക്കിയിട്ടുണ്ട്. 22 lakh crores. അത് എങ്ങോട്ട് പോയി? എവിടെ പോയി? എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഇന്നും ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് മരിക്കുന്നത്? എന്തുകൊണ്ട് കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കിട്ടുന്നില്ല? എന്തുകൊണ്ട് പെൻഷൻ കിട്ടുന്നവർക്ക് 6-5 മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ കിട്ടുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം സമയത്ത് കിട്ടുന്നില്ല. അപ്പൊ 22 ലക്ഷം കോടി എങ്ങോട്ട് പോയി? എവിടെ പോയി? എന്ത്? ഇത് ഈ ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. അടുത്തത്, ഈ 10 കൊല്ലം കഴിഞ്ഞ് എത്രയോ കൊല്ലം ക്ഷേമ പദ്ധതികളെല്ലാം 5-6 മാസം കഴിഞ്ഞ് കിട്ടുന്ന സ്ഥിതി. ഇതെല്ലാം ജനങ്ങൾ മറക്കൂ. എന്നിട്ടാണ് ഇലക്ഷന്റെ 60 ദിവസം മുമ്പ് പറയുന്നത് എല്ലാവർക്കും പെൻഷൻ സമയത്ത് കിട്ടുന്നു. അവരുടെ മാനിഫെസ്റ്റോ പറഞ്ഞതായിരുന്നേ, 2016 മാനിഫെസ്റ്റോ, 21 മാനിഫെസ്റ്റോ 2500 മാസം പെൻഷനാണ്. ഇപ്പൊ അവർ പറയുന്നത് പെൻഷൻ ഒരു റൈറ്റ് അല്ല, അവകാശമല്ല. നെക്സ്റ്റ്, ഒരൊറ്റ സംസ്ഥാനമുള്ളൂ ഇന്ത്യയിൽ PM ആവാസ് യോജന, പാവങ്ങൾക്ക് വീടുണ്ടാക്കുന്ന പ്രോഗ്രാമിൽ വീടുണ്ടാക്കാത്തത്, ആ പദ്ധതി നടപ്പിലാക്കാത്ത ഒറ്റ സർക്കാരുള്ളൂ ഇന്ത്യയിൽ. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ. 3 ലക്ഷം ജനങ്ങൾക്ക് വീട് കിട്ടുന്നതായിരുന്നു, കിട്ടിയില്ല. ഇതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ ഒരു വാക്കില്ല. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PM ആയുഷ്മാൻ 70 വയസ്സിന് മേലെ പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയൻജിന്റെ സർക്കാർ. അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല ബഡ്ജറ്റിൽ. കുടിവെള്ളം, 32 ലക്ഷം വീട്ടുകൾ ഇന്നും കുടിവെള്ളമില്ല. 10 കൊല്ലം കഴിഞ്ഞു. 6000 കോടിന്റെ ഇന്നും പൈപ്പ് കോൺട്രാക്ടേഴ്സ്, കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കൊടുത്തിട്ടില്ല.
ഇന്നും രാജ്യത്തിൽ ഒരു ബോട്ടം ഹാഫിലാണ് കേരളത്തിന്റെ കുടിവെള്ള കവറേജ്. 55.54% ആണ് കുടിവെള്ളം കവറേജ്. ജൽജീവൻ മിഷന്റെ പ്രോഗ്രാം, ഞാൻ മന്ത്രിയായിരുന്നു ജൽജീവൻ മിഷന്റെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. പിന്നെ ഇതിനെക്കുറിച്ചും ബഡ്ജറ്റിൽ ഒരു വാക്കില്ല. റബ്ബർ സപ്പോർട്ട് പ്രൈസ് ആരായിരുന്നു മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 250 രൂപ ബഡ്ജറ്റ് സപ്പോർട്ട് പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നു? എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM ഇന്ന് എന്താ കൊടുക്കുന്നത്? 200 രൂപ. ഇതിനെക്കുറിച്ചൊരു വാക്കില്ല. നെക്സ്റ്റ്, KSRTC നോക്കൂ. KSRT ജീവനക്കാർ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. 2 കൊല്ലമായിട്ട് ഞാൻ അവരുടെ പരാതിയും അവരുടെ കംപ്ലയിൻസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5-6 മാസം കഴിഞ്ഞിട്ട് ശമ്പളം. ഇതിനെക്കുറിച്ച് ഒരു വാക്കില്ല ബഡ്ജറ്റിൽ. നെക്സ്റ്റ്, ഇതെന്താണ് ഇതിന്റെ ഒരു മെസ്സേജ്? കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസോ? അത് എന്തുകൊണ്ട്? അപ്പൊ ശിവൻകുട്ടി ജി, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, 75% സ്കൂള് സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കാനാണോ ഇത്? എന്തുകൊണ്ട് സ്കൂളിനെ നന്നാക്കുന്നില്ല? 75% സ്കൂൾ, ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് അസംബ്ലിയിൽ പറയുന്നത്. 75% ഗവൺമെന്റ് സ്കൂൾ സുരക്ഷിതമല്ല, അൺസേഫ് ആണെന്ന്. അതുകൊണ്ടാണോ ലൈഫ് ഇൻഷുറൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, അത് ക്ലാരിഫൈ ചെയ്യട്ടെ. നെക്സ്റ്റ്, മൻരേഗ ഫ്രോഡ്. ഇത് എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം? 10 കൊല്ലം ഭരിച്ചു, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്ന് പറയൂ. ഇത് എല്ലാ സ്ലൈഡിലും 10 കൊല്ലം ഭരിച്ച CPM എന്ത് ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഓരോരോ കാര്യങ്ങളും നുണ പറയാ, സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് ഒരു പ്രചരണം നടത്തുക. ആ വഴിയാണോ നിങ്ങൾ വോട്ട് നേടാൻ പോകുന്നത്?